ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ശനിയാഴ്ച രാവിലത്തെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ രാവിലെ ഞാനും മക്കളും ഒരുമിച്ചാണെന്ന് എഴുന്നേറ്റ്. അപ്പോൾ സച്ചുട്ടൻ കിച്ചു അപ്പുറത്തെ റൂമിലായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഫസ്റ്റ് ഞാനാണ് എഴുന്നേറ്റ് പറഞ്ഞിട്ട് അവൻ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിന് മുന്നേ ഞാൻ എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. ഏട്ടൻ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഏട്ടൻ ഡ്യൂട്ടിക്ക് പോകുന്നതിന് മുന്നേ ഞങ്ങൾ കുറച്ച് നേരം സംസാരിക്കും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഫോൺ ചെയ്യുന്നതിൻ്റെ ഇടയിലാട്ടോ അവൻ എഴുന്നേറ്റ് വന്നത്. അമ്മ ഞാൻ എഴുന്നേറ്റു ആദ്യം എന്ന് പറഞ്ഞിട്ട് പിന്നെ അവൻ്റെ ശബ്ദം കേട്ടപ്പോഴത്തേക്ക് അമ്പാടി എഴുന്നേറ്റു. പിന്നെ ഏട്ടൻ കോൾ കട്ട് ചെയ്തപ്പോൾ ഞങ്ങളിതാ ബ്രഷൊക്കെ ചെയ്യാൻ കേട്ടോ. അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ ആദ്യം തന്നെ ക്ലീൻ ആക്കിയിട്ടിട്ട് പിന്നെ ഞങ്ങൾ ബ്രഷ് ചെയ്യാണ്. അപ്പോൾ സച്ചും അമ്പാടിയും എൻ്റെ കൂടെ ഉണ്ട്. കിച്ചു അപ്പുറത്തെ റൂമിലാണ്, അവൻ എഴുന്നേറ്റിട്ടില്ല. പിന്നെ ഞങ്ങളിതാ വേഗമൊക്കെ ബ്രഷ് ചെയ്തു. അപ്പോൾ ഇന്ന് നമുക്ക് വീടിൻ്റെ അടുത്തൊരു ഹൗസ് വാമിങ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതിന് പോകണം. ഒരു 11-11 ആകുമ്പോൾ നമുക്കതിന് പോകണം. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ, നമ്മൾ നോക്കിയാൽ കാണും. അങ്ങനെ സച്ചുട്ടിന് ആദ്യം ബ്രഷൊക്കെ ചെയ്യിച്ച് പറഞ്ഞു വിട്ടു. അപ്പോൾ അവൻ്റെ കൈ ഇന്നാണ് ഹോസ്പിറ്റലിൽ വൈകുന്നേരം കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അച്ഛൻ വന്നിട്ട് കൊണ്ടുപോകട്ടെ അവനെ. അങ്ങനെ അമ്പാടിൻ്റെയും ബ്രഷീക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനത് മുടിയൊക്കെ കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ മക്കൾ രണ്ടുപേരും നേരെ പോയത് കിച്ചൺ ഉണർത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കിച്ചപ്പോൾ ഉണരുന്നുണ്ട് തോന്നുന്നു. ഞാനപ്പോൾ വേഗത മുടിയൊക്കെ കെട്ടി കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞു സ്കിൻ കെയർ ഒക്കെ ചെയ്തു കേട്ടോ. അതിന് ശേഷം ഇതാക്കണം മക്കൾ ഫ്രണ്ടിൽ ഡോറ് തുറക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് വേഗം തന്നെ റൂമിലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഫ്രണ്ടിൽ ഡോറ് തുറക്കുകയാണ് കേട്ടോ. അപ്പോൾ മഴയൊന്നുമില്ല, നല്ല കാലാവസ്ഥയാണ്. ഇപ്പോൾ ഇന്നലെ രാത്രി ചെറുതായിട്ടൊന്ന് മഴ ചാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പട്ടികളുടെ ശല്യം നന്നായിട്ടുള്ളത് കൊണ്ട് ഞാൻ ചവിട്ടിയൊക്കെ ഉള്ളിലേക്ക് വെച്ചിരുന്നുണ്ട്. ഒരു ചവിട്ടി നായ്ക്കൾ കടിച്ചു കൊണ്ടുപോയി തോന്നുന്നു, കാണാനില്ല. 2 കളർ ചവിട്ടി ഉണ്ടായിരുന്നു, പക്ഷെ ഒരെണ്ണേ കാണാനുള്ളൂ. അപ്പോൾ തലേ ദിവസം ഞാനത് വൈകുന്നേരം കിടക്കുന്നതിന് മുന്നേ ഉള്ളിലേക്ക് ഇട്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ചെടികളൊക്കെ കണ്ടോ, ബോഗൺവില്ലകളുടെ കൊമ്പൊക്കെ വെട്ടി വേറെ കുത്താനായിട്ടുണ്ട്. സച്ചുട്ടിനെ പോയി തൊട്ടത്തേക്ക് ഒരു ചെറിയ കൊമ്പ് കയ്യിൽ പോന്നു. പിന്നെ അവർക്ക് അടുത്ത അവരുടെ കാര്യം അവർക്ക് TV വെച്ച് കൊടുക്കണം. രാവിലെ ആയാൽ അവർക്ക് അഭിമന്യു കാണണം. അപ്പോൾ പിന്നെ ഞാൻ കർട്ടനൊക്കെ പൊക്കിയപ്പോൾ ജനൽ നമുക്ക് തുറക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് വീട് പണിയും കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ ജനൽ തുറന്നിടാൻ കഴിയില്ല. പിന്നെ ഞാനിതാ അടുക്കളയിലേക്ക് നമ്മുടെ സ്ഥിരം താവളത്തിലേക്ക് പോകാൻ കേട്ടോ. അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറി കേട്ടോ. ഗ്രീൻ പീസ് തലേന്ന് തന്നെ വെള്ളത്തിലിട്ടായിരുന്നു. അപ്പോൾ പിന്നെ പാലെടുക്കാൻ പോകണം. പാല് നമ്മുടെ വീടിൻ്റെ മുന്നിലല്ല കേട്ടോ വെക്കണം. നമ്മുടെ തൊട്ടടുത്ത വീടിൻ്റെ കുഞ്ഞോളെ വീട്ടിൽ നെയ്ബറിൻ്റെ വീടിൻ്റെ മതിലുമ്മലാട്ടോ പാല് കൊണ്ട് വെക്കണത്. മക്കൾക്ക് TVയിൽ അവർക്ക് വേണ്ട കാർട്ടൂണൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ പാലെടുക്കാൻ വേണ്ടി പോയിട്ട് അപ്പോൾ അവൾക്കുള്ളതും എനിക്കുള്ളതും കൂടെ ഒരുമിച്ചിട്ടാണ് കേട്ടോ അവിടെ വെക്കാറുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ പാലിൻ്റെ ഒരു ബോട്ടിൽ എടുത്തിട്ട് വന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ കണ്ടോ വീട് പണി നടക്കുന്നുണ്ട്. അപ്പോൾ അത് ഏട്ടൻ്റെ അമ്മായിയുടെ മോൻ്റെ വീടാണ് കേട്ടോ. അപ്പോൾ അവിടെ പണിക്കാരും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇതാ വീട്ടിൽ വന്നു കേട്ടോ. പിന്നെ ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴുകിയിട്ട് കുക്കറിൽ ഇടണം, എന്നിട്ട് വേണം ചായക്ക് വെള്ളം വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗ്രീൻ പീസ് കറി ഞാൻ വെക്കുമ്പോൾ ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ആദ്യം വേവിക്കും കേട്ടോ. പിന്നെയാണ് അതിലേക്ക് മസാല ചേർക്കാറ്. അല്ലാതെ കുറുമക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാ സാധനങ്ങളും അതിലിട്ട് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഗ്രീൻ പീസൊക്കെ നന്നായിട്ട് കഴുകിയിട്ട് കുക്കറിലേക്ക് വാർന്നിടുകയാണ്. പിന്നെ വെള്ളം താക്കണം, വെള്ളത്തിൻ്റെ പൈപ്പാണ് കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ല, നമുക്ക് കിണർ ഇവിടെ ഇല്ല. അപ്പോൾ വെള്ളം രാവിലെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ച് വെക്കുകയൊക്കെ വേണം. അപ്പോൾ ചെറിയൊരു പാത്രത്തിലാണ് കേട്ടോ ഞാൻ വെള്ളം പിടിച്ച് വെക്കാറ്. ഒരുപാടൊന്നും വെള്ളം പിടിച്ച് വെക്കാറില്ല. കാരണം നമ്മുടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ രാവിലെ തന്നെ തീരും. പിന്നെ ഒരു കുടുക്കയിൽ വെള്ളം പിടിച്ച് വെക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഗ്രീൻ പീസിലേക്കുള്ള മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇടണം. അപ്പോൾ അതിൻ്റെ മഞ്ഞൾപ്പൊടി അപ്പുറത്തായിരുന്നു കേട്ടോ, അതെടുക്കാൻ വേണ്ടി പോയതായിരുന്നു. അപ്പോഴത്തേക്ക് കിച്ചു എഴുന്നേറ്റ് വന്നു കേട്ടോ. കിച്ചു എഴുന്നേറ്റ് ബ്രഷ് ചെയ്യൽ കഴിഞ്ഞിട്ട് വന്നിരിക്കണം. അപ്പോൾ അവനോട് ഞാനെങ്കിൽ അവിടെ കയറിയിരിക്കേണ്ട, കുക്കർ വിസിലടിക്കുമ്പോൾ അഥവാ അതിന് തെറിച്ചാലെന്നൊക്കെ പറഞ്ഞിട്ട് അവനെ പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ ഞാനത് ചായക്ക് വെള്ളം വെക്കുകയാണ്. അപ്പോൾ ചായക്ക് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കണം. ചപ്പാത്തിയുടെ പൊടി പാക്കറ്റ് പൊട്ടിച്ചിട്ട് വേണം. നിങ്ങളുടെ നാട്ടിലൊക്കെ മഴയുണ്ടോ? ഇന്നലെ ഇവിടേക്ക് ചെറുതായിട്ട് ചാറിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ പാലിൻ്റെ കുപ്പി ഇതാക്കണം. പാല് വൈകുന്നേരം കേട്ടോ കാച്ചി കൊടുക്കാറുള്ളൂ. പാല് രാത്രി അവിടെ കുടിക്കാറുള്ളൂ. പക്ഷെ നമുക്ക് വൈകുന്നേരം പാല് അവിടെ നിന്ന് കൊണ്ടുവന്ന് തരാൻ അവിടെ ആളില്ലാത്തതുകൊണ്ടാണ് നമ്മൾ രാവിലെ വാങ്ങി വെക്കാറ്. അപ്പോൾ നമ്മുടെ ഇതാക്കണം ചക്കയാട്ടയുടെ പൊടിയാണ് കേട്ടോ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ പൊട്ടിച്ചിട്ട് ചപ്പാത്തിക്ക് ഉള്ളത് ഉണ്ടാക്കണം. ഇവിടെ ചപ്പാത്തി മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചപ്പാത്തി ഗ്രീൻ പീസ് കറി, അല്ലെങ്കിൽ ചപ്പാത്തി ചിക്കൻ കറി, ചപ്പാത്തി കടലക്കറി ഒക്കെ അവർക്ക് ഇഷ്ടമാണ് കേട്ടോ. ചപ്പാത്തി ഭയങ്കര ഇഷ്ടമാണ്. ചപ്പാത്തിയിൽ പഞ്ചസാര ഇട്ടിട്ടോ പഞ്ചസാരയും തേങ്ങ കൂടെ ഒക്കെ മിക്സാക്കി കൊടുത്താലും അവരതങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കാൻ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പിന്നെ ചപ്പാത്തിയിലേക്കുള്ള അതിനിടയിൽ അമ്പാടി വന്നിട്ട് TVയിൽ അവന് വേണ്ടത് വെച്ച് കൊടുക്കാനായിട്ടോ പറയണത്. 2 പേർക്കും സച്ചുട്ടിനും അമ്പാടിക്ക് 2 ഇഷ്ടങ്ങളാണ്. അപ്പോൾ 2 പേരുടേതും കൂടി മാറി മാറി വെച്ച് കൊടുക്കാനായിട്ടോ ചെയ്യാറ്. പിന്നെ ഫോൺ ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഫോൺ കൊടുക്കാത്തത്. അല്ലെങ്കിൽ ഒരാൾക്ക് കയ്യിൽ കുറച്ച് നേരം ഫോൺ കൊടുക്കും കേട്ടോ. പിന്നെ ഇതാക്കണം ഇനി സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ പിന്നെ അവരൊക്കെ നന്നായിട്ട് എനിക്ക് മിസ് ചെയ്യും. കാരണം ഞാൻ പിന്നെ ഒറ്റയ്ക്കായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ കോച്ചിങ്ങിനോ കോഴ്സിനൊക്കെ പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ട് കേട്ടോ. അങ്ങനെ ഏട്ടൻ സ്കൂൾ തുറക്കുന്നതിന് മുന്നേ വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിൽക്കുന്നത്. വരുമോ ഇല്ലേ അറിയില്ല. അപ്പം ഞാനും മക്കൾക്ക് ഇതാക്കണം പഴം കഴിഞ്ഞ ദിവസം വാങ്ങിയ പഴം 3 പേർക്കും കൊടുക്കാനുണ്ടോ. കാരണം ഈ ചപ്പാത്തിയൊക്കെ വെന്തിട്ട് വേണ്ട, നമ്മൾ ചുട്ടെടുത്തിട്ട് വേണം. അപ്പോൾ പിന്നെ ചൂടുവെള്ളം ഞാൻ ചൂടുവെള്ളത്തിലാണ് ചപ്പാത്തി കുഴയ്ക്കാറുള്ളത്, ആട്ടപ്പൊടി. അപ്പോൾ ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടാറുന്ന സമയം കൊണ്ട്
ചൂടാറാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം മാറ്റി വെക്കണം. അതിൻ്റെ കുറച്ച് പാലെടുത്തിട്ട് ഞാൻ ചായ ഉണ്ടാക്കാൻ കേട്ടോ. മക്കൾക്കുള്ള പാല് ഞാൻ മാറ്റി വെച്ച് ഫ്രിഡ്ജിൽ കൊണ്ടുവച്ചു. പിന്നെ രാവിലെ തന്നെ നമുക്കൊരു ചായ കുടിച്ചാലല്ലേ നമ്മളുടെ പണികളൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് നന്നായിട്ട് ഒരു എനർജി ഉണ്ടാവുള്ളൂ അല്ലേ. എനിക്ക് അങ്ങനെയാണ് കേട്ടോ, നിങ്ങൾക്കും അങ്ങനെ തന്നെയാവുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ചായയൊക്കെ റെഡിയാക്കിയതിന് ശേഷം അതുകൊണ്ട് ചപ്പാത്തി മാവ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ചെറു ചൂടോട് കൂടെ നമ്മൾ കുഴയ്ക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. പറ്റി തണുത്ത് പോയാൽ പിന്നെ നമ്മൾ എത്ര കുഴച്ചാലും ഭയങ്കര ഒരു ഹാർഡായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയൊരു ചൂടിൽ തന്നെ ഞാനത് കുഴച്ചെടുക്കുന്നുണ്ട്. അതേസമയം ഗ്രീൻ പീസിൻ്റെ വിസിലും അവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയുടെ മാവ് ഞാൻ കുറച്ച് നേരം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് പിന്നെ അത് അടച്ച് വെക്കുകയാണ് കേട്ടോ. അടച്ച് വെച്ചിട്ട് പിന്നെ അപ്പോഴേക്കും എൻ്റെ ചായ ഒന്ന് ചൂടാറും. ഫുൾ പ്ലാനിങ്ങിലാട്ടോ കാര്യങ്ങൾ നടക്കണം, അല്ലെങ്കിൽ മുന്നോട്ട് പോകില്ലല്ലേ. അങ്ങനെ ഇതാക്കണം. മാവ് നന്നായിട്ട് കുഴച്ചൊക്കെ എടുത്തതിന് ശേഷം ഞാനത് അവിടെ ആ പാത്രം കൊണ്ട് തന്നെ അടച്ച് വെച്ചിട്ടോ. പിന്നെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ആ ചായ കുടിക്കണം. അപ്പോൾ മക്കൾ പഴം കഴിക്കേണ്ട, അവർക്കും ഞാൻ ചായ ചൂടാറാൻ വേണ്ടി പാർന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ ചായ കുടിയൊക്കെ വേഗം തീർത്തതിന് ശേഷം മക്കൾക്ക് 3 പേർക്കും ചായ ഒഴിച്ചിട്ട് കൊണ്ടു കൊടുക്കുകയാണ്. പിന്നെ എൻ്റെ പരിപാടിയിലേക്ക് നിൽക്കുകയാണ് കേട്ടോ. ചപ്പാത്തി നന്നായിട്ട് കുഴക്കണം. എനിക്ക് ചപ്പാത്തിയും പത്തിരിയൊക്കെ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എനിക്ക് ഉണ്ടാക്കാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം നൂൽപുട്ടാണ് കേട്ടോ. നൂൽപുട്ട് ഉണ്ടാക്കാൻ ഇഷ്ടമല്ല. അതുപോലെ മറ്റേ കലക്കി പറന്ന ദോശ ഉണ്ടല്ലോ, അതും എനിക്കിഷ്ടമല്ല. ഇത് ചപ്പാത്തി പത്തിരി അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതിന് പരത്താനും പ്രസ് ചെയ്യാനാണെങ്കിലും ചുട്ടെടുക്കാനൊക്കെ ആണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചപ്പാത്തിയുടെ മാവൊക്കെ നന്നായിട്ട് കുഴച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ അമ്പാടി വന്നുകൊണ്ട് ഇങ്ങനെ മാവിന് ചോദിക്കുന്നുണ്ട്. അവർക്ക് വെറുതെ ഉരുട്ടി പാമ്പാക്കാനും പല്ലിയാക്കാനൊക്കെ ഉള്ള ഓരോ പരിപാടികളാണ്. അപ്പോൾ ഒരു ഉരുള കൊടുത്ത് വിട്ടതിന് ശേഷം രണ്ടാമത് വീണ്ടും വന്നിട്ടോ കുഞ്ഞേട്ടന് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ സച്ചുട്ടനെ അമ്പാടി വിളിക്കുക കുഞ്ഞേട്ടൻ എന്നാണ് കേട്ടോ. അപ്പോൾ അവൻ വന്നിട്ട് വീണ്ടും ഒരു മാവിൻ്റെ ഉരുളയും കൂടെ വാങ്ങിയിട്ട് പോയി. പിന്നെ വീണ്ടും വന്നിട്ടോ. അങ്ങനെ ഞാൻ ഓരോ ചെറിയ ബോൾസ് ആക്കിയിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ 2 കയ്യിൽ ഓരോന്ന് കൊടുത്തിട്ട് പറഞ്ഞ് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞിട്ടോ പറഞ്ഞു വിട്ടത്. അങ്ങനെ ഞാൻ ചപ്പാത്തി ഇതാക്കണം കുഴച്ച് പരത്തിയെടുക്കണതിൻ്റെ ഇടയിൽ കിച്ചു വന്നിട്ട് ഞാൻ ചുട്ടെടുക്കാമെന്ന് പറഞ്ഞിട്ടോ. ഏതായാലും ഞാൻ പരത്തി ചുട്ടെടുക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ സമയമാവുമല്ലോ വിചാരിച്ചിട്ട് അവൻ്റെ ആഗ്രഹത്തിന് ഞാൻ ഒന്നെടുത്തിട്ടോ. പക്ഷേ കൈ പൊള്ളിക്കരുതെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവൻ അതിൻ്റെ ഇടയിൽ അപ്പുറത്ത് പോയിട്ട് ചട്ടകൊക്കെ എടുത്ത് വന്നു. അപ്പം ഞാനിതാക്കണോ ഗ്യാസ് റോളൊക്കെ എടുത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ അവൻ ചുട്ടെടുക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയിൽ പരത്തി കൊടുക്കുന്നുണ്ട്. അപ്പം ചപ്പാത്തി പരത്താൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സത്യമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് സോഫ്റ്റ് ആയിട്ടുള്ള മാവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരത്താൻ. അങ്ങനെ ഞാൻ നന്നായിട്ട് ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നുണ്ട്. ആദ്യമൊക്കെ ചതുരമായിരുന്നു, ലവ് ചിഹ്നമായിരുന്നു, പല ഷേപ്പുകളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു വിധത്തിൽ റൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ല, നമ്മുടെ തൊട്ടടുത്തിന് നമുക്കൊരു ഹൗസ് വാമിങ് ഉള്ളതുകൊണ്ട് ഉച്ചത്തേക്കുള്ള ഭക്ഷണം റെഡിയാക്കണ്ട കേട്ടോ. രാവിലത്തെ ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും റെഡിയാക്കിയാൽ മതി. അപ്പോൾ എങ്കിലും കുറച്ച് ചോറ് വെച്ച് വെക്കാൻ കേട്ടോ. അല്ല അഥവാ അമ്പാടി സച്ചുടൻ അവിടെ പോയിട്ട് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ ഇവിടെ വന്നാൽ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കിച്ചു തക്കൊണ്ട് ചുട്ടെടുക്കുന്നുണ്ട്. അവന് അതിൻ്റെ ഇടയിൽ ഡാൻസും കളിക്കുന്നുണ്ട്, പാട്ടും പാടുന്നുണ്ട്, പല ആംഗ്യവും കാണിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ വേഗം തന്നെ ചപ്പാത്തിയൊക്കെ പരത്തി ചുട്ടെടുത്തു. പിന്നെ ഞാൻ പറഞ്ഞില്ല, കഴിഞ്ഞ ദിവസം നമ്മുടെ SLCൻ്റെ റിസൾട്ട് വന്നല്ലേ. ചെറിയ അനിയത്തി അമ്മു SLCയിലായിരുന്നു. അപ്പോൾ അവൾക്ക് അത്യാവശ്യം നല്ല മാർക്കുണ്ട് കേട്ടോ. ഫുൾ A+ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം നല്ല മാർക്കുണ്ട്. അങ്ങനെ ചപ്പാത്തിയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടുത്തെ വേഗം ആ പൊടിയൊക്കെ തുടച്ചെടുത്തിട്ട് കൈയോടെ തന്നെ അവിടെ വെള്ളം ഇങ്ങനെ തളിച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ കൗണ്ടർ ടോപ്പ് തുടയ്ക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആ മാവിൻ്റെ പശയൊക്കെ അവിടെ നമുക്ക് കിട്ടിക്കോളും. പിന്നെ ഞാനിതാക്കൊണ്ട് ഗ്രീൻ പീസിനുള്ള മസാല റെഡിയാക്കാൻ ഒരുങ്ങണം. അപ്പോൾ ആദ്യം തന്നെ തേങ്ങ അരച്ച് വെക്കുകയാണ് കേട്ടോ. തേങ്ങയിൽ പട്ട, ഗ്രാമ്പു, ഏലക്കായ അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ടാണ് കേട്ടോ അരയ്ക്കുന്നത്. പിന്നെ 2 കുരുമുളകിൻ്റെ 2 മണി അങ്ങനെയൊക്കെ ഇട്ടിട്ട് തേങ്ങ അവിടെ അരച്ച് മാറ്റി വെച്ചു. പിന്നെ സവാളയും പച്ചമുളകും കറിവേപ്പിലൊക്കെ നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് പൊടികൾ ചേർക്കുന്നത് മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളകും പൊടി, ഗരം മസാലയൊക്കെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മുടെ വേവിച്ച് വെച്ച ഗ്രീൻ പീസ് അതിലേക്ക് ഇടുകയാണ്. അപ്പോൾ അതിൻ്റെ വെള്ളം കുറച്ച് കൂടുതലായി തോന്നിയതുകൊണ്ട് ഞാൻ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുത്തു. പിന്നെ ബാക്കിയുള്ള വെള്ളം ഞാൻ കളഞ്ഞിട്ട് ഗ്രീൻ പീസ്, കാരണം എനിക്ക് നല്ല നീളത്തിലുള്ള കറികൾ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുറച്ച് കുറുന്നനുള്ള കറികളാണ് ഇവിടെ എനിക്കും മക്കൾക്കാണെങ്കിലും ഇനി ഏട്ടനാണെങ്കിലും അങ്ങനെയാണ് ഇഷ്ടം. സാമ്പാറൊക്കെ ആണെങ്കിൽ നമുക്ക് കുറുകി നിൽക്കണം. അങ്ങനെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതാക്കൊണ്ട് ഗ്രീൻ പീസിലെ കുറച്ച് വെള്ളമൊക്കെ ഞാൻ ഒഴിച്ച് മാറ്റിയിട്ടോ. പിന്നെയാണ് അതിലേക്ക് ഗ്രീൻ പീസൊക്കെ ഇട്ടത്. അപ്പോൾ അത് പിന്നെ കുറച്ച് നേരം അടച്ച് വെച്ചു. അപ്പോൾ ആദ്യം തന്നെ പിന്നെ ഉപ്പുണ്ടോ നോക്കിയിട്ടോ. ഇനി അഥവാ ഉപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ ലാസ്റ്റ് ഇടുമ്പോൾ അതിലേക്ക് പിടിക്കില്ലല്ലോ. അപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു അതിലെ. വേഗം കുറച്ച് ഉപ്പിട്ടിട്ട് ഞാൻ പിന്നെ അത് അടച്ച് വെച്ച് തിളപ്പിച്ചു കേട്ടോ. പിന്നെ നന്നായിട്ട് തിളച്ചതിന് ശേഷമാണ് ഞാൻ പിന്നെ തേങ്ങ അരച്ചത് അതിലേക്ക് ചേർത്തത്. ആ സമയം കൊണ്ട് ഞാനിതാ ചായയൊക്കെ ചൂടാറ്റിയിട്ട് അതും മേശയുമ്പോൾ കൊണ്ടുവയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തിയും പ്ലേറ്റും ചായയൊക്കെ മേശയുമ്പോൾ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഗ്രീൻ പീസിൻ്റെ കറിയും കൂടി കൊണ്ടുവയ്ക്കാനുള്ളൂ. അതിനിടെ അമ്പാടി വന്നിട്ട് അങ്ങോട്ട് ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കറിയൊക്കെ വേഗം വറവിട്ടതിന് ശേഷം അതും കൊണ്ടുവച്ചു. പിന്നെ ചോറിനുള്ള വെള്ളം ഇട്ട് വെച്ചിട്ടുണ്ടെന്ന് ഞാൻ പറയാം. കുറച്ച് ചോറ് വെച്ച് പോയിട്ടില്ലെങ്കിൽ അഥവാ മക്കൾ അവിടുന്ന് ബിരിയാണി കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ വന്നാൽ അതൊരു ബുദ്ധിമുട്ടായിരിക്കും.
അപ്പോൾ പിന്നെ സച്ചുട്ടൻ്റെ കൈ വൈകുന്നേരം കെട്ടഴിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് കേട്ടോ ഞങ്ങളൊക്കെ. അപ്പോൾ ഞാനത് കൈ കെട്ടഴിക്കാൻ ഒന്ന് ഒരുങ്ങി കേട്ടോ, കാരണം ഇനി ഹൗസ് വാമിങ്ങിന് അങ്ങനെ പോകുമ്പോൾ എല്ലാവരും ചോദിക്കില്ലേ വിചാരിച്ചിട്ട്. പക്ഷെ അവന് വേദന ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആ ശ്രമം നിർത്തി വെച്ചു. പിന്നെ മക്കൾക്കൊക്കെ ചായ കൊടുത്തതിന് ശേഷം ഞാനും വേഗം ചായ കുടിച്ചു. പിന്നെ നമ്മുടെ ക്ലീനിങ് പരിപാടിയിലേക്ക് നിൽക്കാൻ കേട്ടോ. അപ്പം ഇന്ന് മുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കണം, കുറച്ച് ദിവസമായിട്ട് മുകളിലൊക്കെ കയറി തുടച്ചിട്ട്. അപ്പം മുകളിൽ നമുക്ക് 2 ബെഡ്റൂമാണ് ഉള്ളത്, അത് അധികം യൂസ് ചെയ്യുന്നില്ല. അച്ഛനും അമ്മയും മുകളിലാണ് കിടക്കുന്നത്. പിന്നെ നമ്മളിപ്പോഴത്തെ ചൂടൊക്കെ ആയതുകൊണ്ടാണ് അങ്ങോട്ട് പോയി കിടക്കാത്തത്. പിന്നെ ഞാൻ വേഗം ഇതാക്കണു, മേശയൊക്കെ തുടച്ചെടുത്തു. അതിൻ്റെ കുടിവെള്ളം അതും ഞാൻ ഇൻഡക്ഷനിൽ വെച്ചു കേട്ടോ. പിന്നെ പാത്രങ്ങളൊക്കെ കൈയോടെ തന്നെ വേഗം കഴുകി വെക്കണം. അപ്പോൾ പാത്രങ്ങൾ ഇങ്ങനെ കുറേ കൂടി കിടന്ന് കഴിഞ്ഞാൽ ഭയങ്കര മടിയാണല്ലോ നമുക്ക് പാത്രം കഴുകാൻ. അപ്പോൾ അതും വേഗം തന്നെ പാത്രം കഴുകി വെക്കണം. അല്ലെങ്കിൽ ഞാൻ അടിച്ച് വാരി തുടച്ചിട്ടാണ് പാത്രം കഴുകാറുള്ളത്. അപ്പോൾ ഇത് ഞാൻ അതിന് നിന്നില്ല. ഇനി മുകളൊക്കെ ഒന്ന് അടിച്ച് വാരി തുടച്ച് താഴോട്ട് ഇറങ്ങുമ്പോൾ ഈ പാത്രം കൂടെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും, കാരണം മടി പിടിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യം തന്നെ അതൊക്കെ കഴുകി വെച്ചിട്ടാണ് ഞാൻ മുകളിലേക്ക് കയറാൻ പോകുന്നത്. പിന്നെ ഞാൻ വേഗം തന്നെ പാത്രം കഴുകി വെച്ചതിന് ശേഷം അരി കഴുകിയിടുകയാണ് കേട്ടോ. ഉച്ചത്തേക്കുള്ള അരി കഴുകിയിടുകയാണ്. ഇപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായില്ലല്ലേ, അപ്പോൾ ഇനി നേരത്തെ തന്നെ എഴുന്നേറ്റ് ശീലിക്കണം, മക്കളെ എഴുന്നേറ്റ് ശീലിപ്പിക്കണം. അല്ലെങ്കിൽ നമുക്ക് ആകെ രാവിലെ ഒരു പിടുത്തം കിട്ടില്ല കേട്ടോ, കാരണം ഇത്ര വൈകി എഴുന്നേറ്റുകൊണ്ട് ഇപ്പോൾ തന്നെ സമയം 9 മണി 9:30 ആയി ഞങ്ങൾ ചായ കുടിക്കുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് ശീലങ്ങളൊക്കെ മാറ്റിയെടുക്കണം. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചതിന് ശേഷം ഞാൻ പിന്നെ അവിടത്തേക്ക് അടുക്കളയൊക്കെ വേഗം തന്നെ ക്ലീൻ ആക്കി കേട്ടോ. പിന്നെ മക്കൾക്ക് യൂണിഫോം മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ. ഇനി അവർക്ക് ബാഗും ബുക്കും ചെരുപ്പും അങ്ങനെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ പോകണം. അപ്പോൾ ഏട്ടൻ വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ വന്നിട്ട് പോവാമെന്നുള്ളതിലാണ് കേട്ടോ. അഥവാ ഇനി വരാൻ ലേറ്റ് ആവുകയാണെങ്കിൽ ഞങ്ങൾ പോയി വാങ്ങും. പക്ഷേ എല്ലാ വർഷവും സ്കൂൾ തുറക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ഏട്ടൻ വരാറുണ്ട്. അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ മഞ്ചേരിയിലോ അല്ലെങ്കിൽ മേലാറ്റൂരിൽ നിന്നൊക്കെയാണ് കേട്ടോ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങാറുള്ളത്. അപ്പോൾ ഇത്തവണ എന്താണ് അറിയില്ല, ഏട്ടന് വരുമെന്നൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. അങ്ങനെ അടുക്കളയത്തെ ക്ലീനിങ്ങും പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ മുകളിലേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ മുകളിലാണ് നമ്മുടെ വാഷിംഗ് മെഷീൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ അലക്കാനുള്ള തുണികളൊക്കെ എടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇന്നലെ അലക്കാത്തതുകൊണ്ട് ഇന്നത്തേക്ക് കുറച്ച് അധികം അലക്കാണ്ട്. അപ്പോൾ ഇന്ന് എന്തായാലും 2 ട്രിപ്പ് അലക്കേണ്ടി വരും. അപ്പോൾ ഞാൻ ഇതാക്കുന്ന കൊട്ടയിലും ബാസ്ക്കറ്റിലും നമ്മുടെ തുണികളൊക്കെ എടുത്തിട്ട് മുകളിലേക്ക് പോകണം. അപ്പോൾ ഞാൻ കിച്ചനോട് എൻ്റെ കൂടെ വരാൻ വേണ്ടി പറഞ്ഞു കേട്ടോ, കാരണം മുകളിലേക്ക് വീഡിയോ എടുത്ത് തരാൻ നീ വരുമോ ചോദിച്ചപ്പോൾ അവൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ള വീഡിയോസൊക്കെ ഞാൻ തന്നെയാണ് കേട്ടോ ഫോൺ അവിടെ ഇവിടെ സ്റ്റാൻഡിലൊക്കെ വെച്ചിട്ട് എടുക്കാറ്. അപ്പോൾ കിച്ചനെ ഞാൻ ബുദ്ധിമുട്ടിക്കാറില്ല കേട്ടോ. ഇനി ഞാൻ അവനൊരു ഇതാവണ്ട വിചാരിച്ചിട്ട് ഞാൻ അവനെ ബുദ്ധിമുട്ടിക്കാറില്ല. പക്ഷേ ഇപ്പോൾ മോളത്തെ വീഡിയോ ഒക്കെ എനിക്ക് അവനാണ് എടുത്തത്. ഇതാണ് കേട്ടോ പിന്നെ നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം. അപ്പോൾ ഈ റൂമിൽ നമ്മൾ ഫുള്ള് കാര്യങ്ങൾ സെറ്റാക്കിയിട്ടുള്ള AC യോ ഫാനോ ഒന്നും വെച്ചിട്ടില്ല, അതുകൊണ്ടാണ് ഇവിടെ കിടക്കാത്തത്. അപ്പോൾ അതും ഒന്ന് സെറ്റാക്കണം എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാൻ വേഗം തന്നെ മുകളിൽ റോഡ് സൈഡ് ആയതുകൊണ്ട് പൊടി ശല്യം നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം അടിച്ച് വാരി എടുക്കുകയാണ്. പിന്നെ അടിച്ച് വാരി താഴെയൊക്കെ അടിച്ച് വാരണം, തുടയ്ക്കാനുണ്ട്. അതിനുള്ള മക്കൾ നല്ല അടി കൂടണം കേട്ടോ ഈ ചെണ്ടയ്ക്ക് വേണ്ടി. അവസാനം ആ ചെണ്ട ഞാൻ വാങ്ങി വെച്ചു, 2 പേർക്കും കൊടുത്തില്ല. അങ്ങനെ മുകളിലെ ഹോളാണ് കേട്ടോ അത്. ഹോളും വേഗം അടിച്ച് വാരി എടുത്തു. പിന്നെ മുകളിൽ കിച്ചുവിൻ്റെ റൂമാണ് കേട്ടത്, ഈ ബ്ലൂ കളറ്. അച്ഛനും അമ്മയും ഇവിടെയാണ് കിടക്കാറുള്ളത്. അപ്പോൾ കിച്ചുവിൻ്റെ റൂമാണിത്. ഇനി അവന് സ്കൂൾ തുറക്കുമ്പോഴത്തേക്ക് അവിടെ അവന് ബുക്കും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കണം. അങ്ങനെ ഞാൻ പിന്നെ താഴോട്ട് അടിച്ച് വാരി ഇറങ്ങിയപ്പോൾ അവനും ആ ക്ലിപ്പ് എനിക്ക് എടുത്ത് തന്നു കേട്ടോ. ഇനി ബാക്കി കുറച്ച് നേരം അവൻ ഫോണിൽ കളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ താഴത്തെ ഫ്ലോറും ഞാൻ നന്നായിട്ട് പെട്ടെന്ന് വേഗം അടിച്ച് വാരി എടുത്തു. പിന്നെ അപ്പോഴേക്കും അമ്മ വിളിച്ചു കേട്ടോ, ഹൗസ് വാമിങ്ങിന് ഒരു 12 മണിയാകുമ്പോഴത്തേക്ക് പോകണമെന്ന് പറഞ്ഞിട്ട്. പിന്നത്തെ വീഡിയോസൊക്കെ ഭയങ്കര ചടപടയെന്ന് പറഞ്ഞിട്ടായിരുന്നു കേട്ടോ ഞാൻ. കാരണം മുകളത്തെ ജോലികളൊക്കെ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് 11 മണിയായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇനി മക്കളെ കുളിപ്പിക്കണം, തുടയ്ക്കൽ മുഴുവിപ്പിക്കണം, എനിക്ക് കുളിക്കണം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പിന്നെ പണികൾ വേഗം ഫാസ്റ്റ് ആക്കി കേട്ടോ. ഞാൻ കുറച്ച് വീഡിയോകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ വേഗം തന്നെ മക്കളെ 3 പേരും കുളിപ്പിച്ചു. കിച്ചു കുളിച്ചു, മറ്റു 2 പേരും ഞാൻ കുളിപ്പിച്ചു. പിന്നെ അവരെയൊക്കെ മാറ്റിക്കാൻ കേട്ടോ. ഞാൻ അതിനിടയിൽ പെട്ടെന്ന് തന്നെ ഒരുങ്ങുന്നുണ്ട്. അപ്പോൾ ചുരിദാറാണ് ഇട്ടിട്ടുള്ളത്. നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ സാരി ഒന്നും എടുത്ത് പോകണ്ടല്ലോ. പിന്നെ സാരി എടുത്തിട്ടും കുറേ ആയിട്ടോ. അങ്ങനെ ചുരിദാറൊക്കെ ഇട്ടിട്ട് ഞാൻ വേഗം ഒരുങ്ങുകയാണ്. മക്കളൊരുക്കി കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരുങ്ങിയാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ കമ്മലാണ് കേട്ടോ തരേണ്ടത്. എനിക്കിഷ്ടപ്പെട്ട കമ്മൽ അലമാരയിൽ നോക്കിയിട്ട് കാണുന്നില്ല. പിന്നെ നമ്മുടെ കണ്ണാടീൻ്റെ അടുത്ത് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ എൻ്റെ കൂടെ നമ്മുടെ നെയ്ബേഴ്സ് എല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടെ ഒരു 12-12:15 പോകാമെന്നുള്ളൊരു പ്ലാനിൽ ആദ്യം വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവരും വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരുടെ പണികളും തീരുന്നേ ഉള്ളൂ. അപ്പോൾ ഞാനിനി എന്നെ ആരും കാത്തു നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം തന്നെ മുടി ഉണക്കാനൊന്നും ഒന്നുമില്ല കേട്ടോ. വേഗം തന്നെ അങ്ങനെ നനവിൽ കെട്ടി വെക്കുകയാണ്. പിന്നെ അധികം ദൂരമൊന്നുമില്ല, നമുക്ക് ഇവിടുന്ന് കുറച്ചൊരു എന്താ പറയുക ഒരു 2 മിനിറ്റ് നടന്നാൽ മതി കേട്ടോ. അവിടെയാണ് നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീട് വരുന്നത്. അപ്പോൾ കിച്ചു വന്നിട്ട് ഇതൊക്കെ മുടിയൊക്കെ കെട്ടുന്നുണ്ട്, ചീന്തുന്നുണ്ട്, ഒരുങ്ങുന്നുണ്ട്. മക്കൾ 2 പേര് ഞാൻ ഒരുക്കിയിട്ട് അവിടെ ഹോളിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചുട്ടൻ അതിൻ്റെ ഇടയിൽ കെട്ടഴിച്ച് തരുമെന്നാണ് എന്നോട് ചോദിക്കുന്നത്. അപ്പോൾ വേണ്ട, കെട്ടഴിച്ച് കഴിഞ്ഞാൽ ഇനി വേദന കൂടുമെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ കെട്ടഴിച്ച് കൊടുത്തില്ല കേട്ടോ.
അങ്ങനെ പെട്ടെന്ന് തന്നെ എൻ്റെയും മക്കളുടെയൊക്കെ ഒരുക്കം കഴിഞ്ഞു കേട്ടോ. പിന്നെ ഈ ഡോറൊക്കെ ലോക്ക് ചെയ്യണം. അപ്പോൾ കിച്ചു അടുക്കളത്തെ ഡോറ് ലോക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്രണ്ടത്തെ ഡോറ് ഞാൻ തന്നെ ലോക്ക് ചെയ്യും. അങ്ങനെ വേഗം തന്നെ റൂമത്തെ ലൈറ്റുകളും ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് ഞാൻ ഇറങ്ങുകയാണ് കേട്ടോ. പിന്നെ തവണ പോകാനുള്ള എല്ലാവരും റോഡിലേക്ക് എത്തിയിട്ട് അപ്പോൾ ഞാൻ വേഗം തന്നെ ഡോറൊക്കെ ലോക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ലോക്കിലെ ഇത് കണ്ടത് നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത് 5 ഉണ്ടായിരുന്നു കേട്ടോ, അങ്ങനത്തെ പല വിധത്തിലുള്ള. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ വീട്. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അങ്ങനെ